ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രം. ഇറാനിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെയും ഗാസയിലെ വംശഹത്യക്കെതിരെയും ഇനിയും ലോകം നിശബ്ദമായി ഇരിക്കരുത്. മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. വോട്ടിനു വേണ്ടി എന്ത് നാറിത്തരവും വിളിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രി, വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി അവർക്കിപ്പം വോട്ട് വേണം. കാരണം നിലമ്പൂർ ഇലക്ഷന് നല്ലപോലെ വോട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടി ഇറക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രമാണെന്ന്. ഈ തെമ്മാടി രാഷ്ട്രമേ ഉള്ളായിരുന്നു എൻ്റെ പൊന്നു മുഖ്യ. ഇങ്ങാർക്ക് വിവരമില്ലെങ്കിലും നാട്ടിലുള്ളവർക്ക് ഓരോരുത്തർക്കും വിവരമുണ്ട്. ഈ രാജ്യമേ ഉള്ളായിരുന്നു ഇന്ത്യയെ സഹായിക്കാനായിട്ട്. ഈ തെമ്മാടി രാഷ്ട്രം തന്നെയായിരുന്നു. ഇന്ത്യക്കൊരു മോശം അവസ്ഥ വരുമ്പോൾ ആദ്യം എത്തുന്നത് ഇസ്രായേലാണ്. അത് മനസ്സിലാക്കണം ആദ്യം മുഖ്യം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ ഇസ്രായേലിൽ എത്ര മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇങ്ങാർക്ക് അറിയാമോ? അതുവല്ലോ അറിയാമോ? അതൊന്നും അറിയത്തില്ല അല്ലേ? അത്രയും മലയാളികൾക്ക് ജോലി കൊടുക്കുന്നത് ഇസ്രായേലാണ്, അല്ലാതെ ഈ പറയുന്ന ഇറാൻ അല്ല. അത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ആദ്യം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത് ആദ്യം നോക്ക്, എന്നിട്ട് നമുക്ക് ഉലകം ചുറ്റാം. ആദ്യം നമ്മുടെ ഈ കേരളത്തിലെ കാര്യങ്ങൾ ആദ്യം ഒന്ന് ക്ലിയർ ആക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ഉലകം ചുറ്റിയിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ. എന്താ ഇത്, എന്തോ പിന്നെ ശുഷ്കാന്തി എന്നറിയാമോ? 4 വോട്ടിന് വേണ്ടി എന്തും പറയാമെന്നുള്ളത്. ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണെങ്കിലേ പാകിസ്ഥാനും തുർക്കിയൊക്കെ നമ്മുടെ സ്വന്തം രാഷ്ട്രം അല്ലയോ? കൊള്ളാം എൻ്റെ പൊന്ന് മുഖ്യ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു.